എക്സൈറ്റഡ് ഉണ്ട്. എല്ലാവരും ഒന്ന് പുകഴ്ത്തുമല്ലോ, അപ്പോൾ ഇന്ന് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബിഗ് ബോസിന്റെ മഹാറാണി എന്നറിയപ്പെടുന്ന ഇരിക്കട്ടെ ബർത്ത്ഡേ കുറച്ച് തള്ളാം നമ്മുടെ അപ്സരയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും എൻ്റെ പേരിലും നമ്മുടെ BB ടീമിന്റെ പേരിലും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. പിന്നെ അപ്സരയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്സരയെ ഏറ്റവും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്സരയെ പോലെ ഒരുപാട് ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു, ഞാൻ ഇവരോടൊപ്പം എങ്ങനെ ഗെയിം കളിക്കും, എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ടാസ്ക് വരികയുണ്ടായി. ആ ടാസ്കിൽ ഏറ്റവും ആദ്യം ഞാനുമായിട്ട് ഒരു വഴക്കിട്ട ആളാണ് ഇരിക്കുന്ന അപ്സര. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ദേഷ്യപ്പെട്ടത് അപ്സരയാണ്. ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ടതൊന്നുമില്ല, അതിന് മുന്നേ തന്നെ വഴക്കിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഉണ്ടായിരുന്നൊരു 10-15 ദിവസം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദമൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഹൗസിൽ വെച്ചിട്ട് തീരെ സൗഹൃദം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനും അപ്സരയുമായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അപ്സര നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ലൊരു മനസ്സിന് ഉടമയാണ്, ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് ആൾക്കാരെ കെയർ ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു കേൾവിക്കാരും കൂടിയാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിൽ അപ്സര ഹൗസിൽ നിന്ന് തന്നെ കേട്ടിരിക്കുമായിരുന്നു. ഒരു ആൾക്കാരെ എപ്പോഴും ഒരു ജാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു കെയറിങ് ഉണ്ടായിരുന്നു അപ്സരയ്ക്ക് എപ്പോഴും. ഓരോരുത്തരുടെ കാര്യത്തിൽ അപ്സരയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനസ്സിപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം അപ്സരയുടെ വലിയൊരു ആഗ്രഹം അപ്സരയുടെ എനിക്ക് തുറന്നു പറയുകയുണ്ടായി. അപ്സരയ്ക്ക് ഒരു ചെറിയ കാര്യം മാത്രത്തിൽ ഒരു വിഷയത്തിൽ മാത്രം സങ്കടമുണ്ട്, ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ് അപ്സരയ്ക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞാ എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊന്ന് ഒരു അപ്ഡേഷൻ വേണം. ഞാൻ ചോദിച്ചു എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഞാൻ വെച്ചാൽ മൊബൈൽ ഫോൺ ആയിരിക്കും, കുറെ ആൾക്ക് ശേഷം മൊബൈൽ ഫോൺ കൈകിട്ടില്ലേ. അപ്പൊ എനിക്ക് പറഞ്ഞോളൂ അപ്ഡേറ്റ് ചെയ്യേണ്ട ആളെന്റെ കൂടെ ഇരിപ്പുണ്ട്, ഞാൻ മടുത്താണ്, എനിക്ക് ഇതൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു എടാ ആൽബി ചേട്ടനെ ഞാൻ മടുത്തു, എന്തായാലും TV ഇറങ്ങിയതല്ലേ, ആൽബി ചേട്ടനെ മടുത്തിട്ട് ആൽബി ചേട്ടനെ അപ്ഡേറ്റ് ചെയ്ത് വേറൊരാളെ എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കാരണം ഞാൻ പറഞ്ഞറിയോ, ഞാൻ അത്യാവശ്യം ഏറിനൊരു താഴെ വന്നു. എൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഞാൻ ഏറെ കീറ്റെന്ന് പറഞ്ഞു. ഏറെ കീറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അടുത്തതായി റസ്മി ചേച്ചി, റസ്മി അടുത്ത